ഇന്ന് ഞങ്ങളൊരു നാടൻ കറിയുമായിട്ടാണ് വന്നിരിക്കുന്നത്. ഇന്ന് നമുക്ക് ഉണ്ണിപ്പിണ്ടിയും ഉണക്കപ്പയറും കൂടി കറി വയ്ക്കാം. കുറുമ്പീസ് വേൾഡിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇതിനായി നമ്മൾ 1 കപ്പ് ഉണക്കപ്പയറും 1 കഷ്ണം ഉണ്ണിപ്പിണ്ടിയുമാണ് എടുത്തിരിക്കുന്നത്. 5 മണിക്കൂർ വെള്ളത്തിലിട്ട് കുതിർത്തിയെടുത്ത പയറാണിത്. ഇനി നമുക്കിതൊരു കുക്കറിലേക്ക് മാറ്റാം. അതിലേക്ക് 1 തണ്ട് കറിവേപ്പിലയും 4 അല്ലി വെളുത്തുള്ളി വേണമെങ്കിൽ ചേർത്താൽ മതി. അതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ ഉപ്പും 1 കപ്പ് വെള്ളവും ചേർത്ത് കുക്കർ അടച്ച് സ്റ്റൗവിൽ വെക്കാം. ഇനി നമുക്ക് ഉണ്ണിപ്പിണ്ടി അരിഞ്ഞെടുക്കാം. ആദ്യം ഉണ്ണിപ്പിണ്ടിയുടെ 2 സൈഡും കട്ട് ചെയ്തതിനു ശേഷം വട്ടത്തിൽ അരിഞ്ഞെടുക്കാം. ഈ കനത്തിലാണിത് അരിഞ്ഞെടുക്കേണ്ടത്. ഇനി നമുക്ക് ഇത് നീളനെ അരിഞ്ഞ് കുഞ്ഞെ കഷ്ണങ്ങളാക്കി അരിഞ്ഞെടുക്കാം. എല്ലാ വാഴയുടെയും ഉണ്ണിപ്പിണ്ടി ഞങ്ങൾ കറി വയ്ക്കാൻ എടുക്കാറുണ്ട്. ഉണ്ണിപ്പിണ്ടി അല്ലെങ്കിൽ വാഴപ്പിണ്ടി എന്നാണ് പറയാറുള്ളത്. നിങ്ങളുടെ അവിടെയും ഇങ്ങനെ തന്നെയാണോ പറയുക? ഇനി അരിഞ്ഞെടുത്ത വാഴപ്പിണ്ടി നമ്മൾക്ക് ഒരു വെള്ളമുള്ള പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. 3-4 നല്ല ഈർക്കിലി ഉപയോഗിച്ച് അത് നമുക്ക് ഇളക്കി കൊടുക്കാം. ഇങ്ങനെ ചെയ്യുന്നത് അതിലെ ചീത്ത നാരുകൾ കളയുന്നതിനാണ്. ഇത് നല്ലൊരു ഫൈബറുള്ള വെജിറ്റബിൾ ആണ്. ഇങ്ങനെ ഇളക്കി കിട്ടുന്ന നാരുകൾ നമുക്ക് എടുത്തു കളയാം. ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. 3 വിസിൽ ഹൈ ഫ്ലെയിമിലും 2 വിസിൽ ലോ ഫ്ലെയിമിലും ഇട്ട് വേവിച്ചെടുത്ത പയറാണ് ഇത്. അരിഞ്ഞെടുത്ത പിണ്ടി നന്നായി കഴുകിയെടുത്ത് ഒരു സ്ട്രെയിനർ ഉപയോഗിച്ച് അതിലെ വെള്ളം കളഞ്ഞെടുത്തതാണിത്. ഇനി നമുക്കിത് കുക്കറിലേക്ക് മാറ്റാം. ഹൈ ഫ്ലെയിമിൽ 1 വിസിലിന് ശേഷം സ്റ്റൗ ഓഫ് ചെയ്യാം. 1 വിസിലിന് ശേഷം വെന്ത കറിയാണിത്. ഇത് കാച്ചാനായി 6 ഉള്ളിയും 5 അല്ലി വെളുത്തുള്ളിയും 1 കഷ്ണം ഇഞ്ചിയും. വെളുത്തുള്ളിയും ഇഞ്ചിയും ഓപ്ഷണലാണ്. ഇനി എല്ലാ വീഡിയോസിലും പറയുന്നത് പോലെ സ്റ്റൗ ഓണാക്കി പാൻ വെച്ച് പാൻ ചൂടാകുമ്പോൾ അതിൻ്റെ അകത്തേക്ക് 2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ച് ചതച്ച് വെച്ചിരിക്കുന്ന ഉള്ളിയും ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർത്ത് 1 തണ്ട് വേപ്പിലയും ചേർത്ത് നന്നായി ഇളക്കി കൊടുക്കാം. ഉള്ളി ഗോൾഡൻ ബ്രൗണിഷ് കളർ ആകുമ്പോൾ 1 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് നന്നായി ഇളക്കി കൊടുക്കാം. എരിവിനനുസരിച്ച് മുളക് പൊടിയുടെ അളവ് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. മുളക് പൊടി മൂക്കുമ്പോൾ നേരത്തെ വേവിച്ച് വെച്ചിരിക്കുന്ന കറി കുറച്ചേശെയായി ചേർത്ത് കൊടുത്ത് നന്നായി ഇളക്കാം. 2-3 മിനിറ്റ് സ്റ്റൗവിൽ വെച്ചതിന് ശേഷം നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. അഥവാ ഇതിലെ വെള്ളം വേണ്ട എങ്കിൽ 4-5 മിനിറ്റ് സ്റ്റൗവിൽ വെച്ചതിന് ശേഷം ഓഫ് ചെയ്താൽ മതി. ഹെൽത്തി ഡിഷാണ്. എല്ലാവരും ട്രൈ ചെയ്യുമെന്ന് വിചാരിക്കുന്നു. ബൈ.